കാനഡയിലുള്ള എല്ലാ മലയാളി ഹിന്ദു സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. ശബ്ദത്തിന്റെ ചില പ്രശ്നമുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഹുബ്ലിയിലാണുള്ളത്, കർണാടകയിലാണ്. നമ്മുടെ ഭാരതത്തിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു ജാഗരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ഓൾ ഇന്ത്യ ബൈഠക്കാണ് ഇവിടെ ഹുബ്ലിയിൽ വെച്ച് നടക്കുന്നത്. വളരെ പ്രചോദനാത്മകമായ, പ്രേരണാദായകമായ, ആവേശഭരിതമായ ഹിന്ദു ജാഗരണമാണ് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ 2-3 ദിവസമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇനിയുള്ള വരാൻ പോകുന്ന വർഷത്തിൽ നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെയാണ് അമൃതകാലത്തിലേക്ക് എത്തിക്കുക, 2047 ആകുമ്പോഴത്തേക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ജന്മശതവാർഷികം ആഘോഷിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ മാതാ രാഷ്ട്രത്തെ എങ്ങനെയാണ് ലോകോത്തര ശക്തിയാക്കുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നടന്നു വരുന്ന ആസൂത്രണത്തിന്റെയും വിലയിരുത്തലിന്റെയും പദ്ധതികളുടെ നിർവഹണത്തിന്റെയും എല്ലാം ഭാഗമായാണ് ഇവിടെ ഈ യോഗം നടന്നു വരുന്നത്. കാനഡയിൽ, അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ കുറെ വർഷമായി ജീവസന്ധാരണത്തിന് വേണ്ടി അവിടെ എത്തി താമസിച്ചു വരുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾക്കിടയിലും നമ്മുടെ മഹത്തായ ധർമ്മത്തെയും ഹിന്ദു വിശ്വാസത്തെയും ആചരണങ്ങളെയും ജീവിതത്തിൽ പകർത്താനും അനന്തരജാത തലമുറയിലേക്ക് അത് പകർന്നു നൽകാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള നിസ്സീമമായ, നിശബ്ദമായ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമായി തീർത്തും ഭൗതികമായ ദുസ്വാധീനങ്ങളുള്ള മേഖലകളിലാണ്, പ്രദേശങ്ങളിലാണ് നിങ്ങളെല്ലാവരും താമസിക്കുന്നത്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായി തന്നെ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. 4-5 വർഷക്കാലത്തെ വിദേശ പര്യടനത്തിന് ശേഷം സ്വാമി വിവേകാനന്ദൻ അന്ന് രാമേശ്വരം കടപ്പുറത്ത് വന്നിറങ്ങിയതിന് ശേഷം, കപ്പലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം ചെയ്തത് അവിടുത്തെ കടൽ തീരത്തെ പൂഴിമണലിൽ കിടന്നുരുളുകയാണ്. അങ്ങെന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞത്, ഞാൻ 4-5 വർഷക്കാലം പാശ്ചാത്യ രാജ്യങ്ങളിലായി, അവിടുത്തെ ഭൗതികമായ അന്തരീക്ഷം എൻ്റെ ബാഹ്യ ശരീരത്തെ മലിനപ്പെടുത്തിയിരിക്കുകയാണ്. പവിത്രമായി ഭാരതഭൂമിയിലെ മണ്ണിൽ ഞാൻ സ്പർശിച്ചതോടുകൂടി എൻ്റെ ബാഹ്യ ശരീരത്തിനേറ്റ മാലിന്യങ്ങൾ ഇല്ലാതായിരിക്കാൻ എന്ന് പറയുകയുണ്ടായി. സ്വാഭാവികമായും ഓരോ പ്രദേശത്തിൻ്റെയും അന്തരീക്ഷം അത് വളരെ വ്യത്യസ്തമാണ്. ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടേത് ഭാരതം ഒരു ആത്മീയ പ്രധാന ഭൂമിയാണ്, ത്യാഗഭൂമിയാണ്. പക്ഷേ മറ്റു ചില സ്ഥലങ്ങൾ ഭൗതിക പ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളായും ത്യാഗത്തിന് പകരം ഭോഗം പ്രധാനമായ ജീവിത പദ്ധതിയായി കൊണ്ട് നടക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ നിലവിലുള്ള രാഷ്ട്രങ്ങളുമുണ്ട്. ഇതിൻ്റെ എല്ലാം വൈവിധ്യവും സമന്വയവുമാണ് ഈ ലോകക്രമം എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലായിടത്തും ഉണ്ട്, പക്ഷെ പ്രധാനമായും നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വൈവിധ്യങ്ങളെ സമന്വയിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി സംവിധാനങ്ങൾ ഇവിടെ നമ്മുടെ പൂർവികന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളായി അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളായി കാണാതെ അതിനിടയിലുള്ള ഏകതയെ കണ്ടെത്തി ഈ പ്രപഞ്ചത്തിലാകെയുള്ള ഏകാത്മതയിലേക്ക് മനുഷ്യനെ നയിക്കുക എന്ന വളരെ സാർത്ഥകമായ, സ്വധ്യസ്തമായ പരിശ്രമങ്ങളാണ് നമ്മുടെ ഇതിഹാസകാരന്മാർ മുതൽ
വേദകാരന്മാർ മുതൽ ഇന്നോളമുള്ള ഋഷീശ്വരന്മാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതവർഷത്തിലെ പൂർവരാംശീന്ദ്രന്മാർ പാറിനുള്ള അടിക്കല്ല് പാർത്തറിഞ്ഞ് കണ്ടു എന്ന് നമ്മൾ അവരെ ശ്ലാഘിക്കുന്നത്, അവരെ ആദരിക്കുന്നത്. ആ നിലയിൽ നോക്കുന്ന സമയത്ത് ഭാരതം ഒരു വിപുലമായ, വളരെ വിസ്താരമേറിയ, വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു രാഷ്ട്രമാണ്. അസേതു ഹിമാചലം എന്നെല്ലാം നമ്മൾ പറയും. അത് കവിവാക്യമാണ്. ഹിമാലയം മുതൽ സമുദ്രം വരെയുള്ള ആ ഭാഗത്തെ ഒന്നായി കാണുന്ന, ഏകാത്മമായി കാണുന്ന നല്ലൊരു മനസ്സിൽ നിന്നാണ് അത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അതിനിടയിൽ ഒരുപാട് സാമൂഹ്യമായ വൈജാത്യങ്ങളുണ്ട്, ഭാഷാപരമായ വൈജാത്യങ്ങളുണ്ട്, വേഷത്തിന്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, ജീവിത ലക്ഷ്യം ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ രാഷ്ട്രത്തെ ചേർത്ത് നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി കാണാതെ, വൈവിധ്യങ്ങളായി കാണാതെ, അവയ്ക്കിടയിലുള്ള നാനാത്വത്തിനിടയിലുള്ള ഏകത്വത്തെ ദർശിക്കുകയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്തിട്ടുള്ളത്. രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും വേദങ്ങളാണെങ്കിലും നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങളെല്ലാം ഈ ഒരു കാഴ്ചപ്പാടിനാണ് ഊന്നൽ നൽകുന്നത്. നമ്മളതിനെ ഒറ്റ വാക്കിൽ അദ്വൈതം എന്നെല്ലാം പറയും. രണ്ടില്ല എന്നാണ്. ഏകമേവ അദ്വിതീയ, ഒന്നേ ഉള്ളൂ, പലതില്ല എന്നാണ് അതിൻ്റെ സാരം. ആ ഏകദാനതയിൽ ഊന്നിക്കൊണ്ടുള്ള വൈവിധ്യമാർന്ന കർമ്മപദ്ധതികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ ധാരാളമുണ്ട്, ആഘോഷങ്ങൾ ധാരാളമുണ്ട്. പൂർവ്വകാലത്ത് അത് വന്നു ഭവിച്ച ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെ പലതും വന്ന് അശനിപാതം പോലെ സാമൂഹ്യ ജീവിതത്തിനും മേലെ വന്ന് പതിക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊറോണയൊക്കെ വന്നതുപോലെ കൂട്ടക്കുരുതികളുടെയും നാശങ്ങളുടെയും ഒക്കെ അത്തരം കാലഘട്ടത്തിൽ നൈരാശ്യം പടരുന്ന ജീവിതത്തിൽ എല്ലാം കെട്ടുപോയിട്ടില്ല, എല്ലാം നശിച്ചു പോയിട്ടില്ല, ചിലത് ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളതിനെ നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ഭാവാത്മകമായ കാഴ്ചപ്പാടിൽ നിന്നാണ് നൈരാശ്യത്തിന്റെ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിയ സാമൂഹ്യ വിഭാഗങ്ങളെ, ജനവിഭാഗങ്ങളിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രേരണയുടെയും പ്രചോദനത്തിന്റെയും ഭാവാത്മകമായ വശങ്ങൾ നിറച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉണ്ട്. ഉത്സവം കരകവിഞ്ഞൊഴുകുന്നത് എന്നും പറയുവാൻ ഇതൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിജയദശമി ഉണ്ട്, അതുപോലെ ഓരോ പ്രദേശത്തെയും ദീപാവലി ഉണ്ട്, ഓരോ പ്രദേശത്തെയും പ്രാദേശികമായ ആചാരങ്ങളും വിശ്വാസങ്ങളും കാർഷികതയും മറ്റുമായി ബന്ധപ്പെട്ട നിരവധി ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉണ്ട്. അവയുടെ എല്ലാം ഉദ്ദേശം ഒന്നാണ്. അവ തളം കെട്ടി നിൽക്കുന്ന ജഡത്വത്തെ കുടഞ്ഞെറിഞ്ഞ് പുതുമയിലേക്കും ഉന്നതിയിലേക്കും വികാസത്തിലേക്കും മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിന് ആത്മീയമായ ഒരു വശം കൂടിയുണ്ട്. ആ ആത്മീയമായ വശം ഈ മനുഷ്യജന്മത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. ഭാരതവർഷത്തിൽ അതിന് മോക്ഷം എന്നാണ് പറയുന്നത്. സനാതന ധർമ്മം അതിനെ വിളിക്കുന്നതാണ്. അപ്പൊ ആ മോക്ഷത്തിലേക്ക് നടന്നെടുക്കാൻ വളരെ അപൂർവമായി ലഭിക്കുന്ന മനുഷ്യജന്മത്തിന് മോക്ഷം എന്ന പരമപദ പ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുന്ന പദ്ധതികളിൽ
നിരവധി പദ്ധതികൾ ഒന്നാണ് ഇത്തരം ഉത്സവങ്ങളും ആഘോഷങ്ങളുമല്ല. മോക്ഷത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനമായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കൊടുങ്കാട്ടിൽ പോയി തപസ്സരിക്കുക, ഏകാന്തതയിൽ പോയിരിക്കുക, അതിലൂടെ മോക്ഷം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല. നേരെ മറിച്ച് പുരുഷാർത്ഥത്തിലൂടെ ആ പുരുഷാർത്ഥത്തെ നേടിയെടുക്കുന്നതിലൂടെ മോക്ഷം നേടുക എന്നുള്ളത് തന്നെയാണ്. അർത്ഥമുണ്ട്, കാമമുണ്ട്, ധർമ്മമുണ്ട്, മോക്ഷമുണ്ട്. ഇതിനെ ചതുർവിധ പുരുഷാർത്ഥം വന്നു. അപ്പൊ അർത്ഥം സമ്പത്താണ്, കാമം ആഗ്രഹമാണ്. സമ്പത്തിന്റെയും വേണം, ആഗ്രഹവും വേണം. സമ്പത്തിന്റെ അഭാവവും പ്രശ്നമാണ്, പ്രഭാവവും പ്രശ്നമാണ്. കാമത്തിന്റെ അഭാവവും പ്രശ്നമാണ്, പ്രഭാവവും പ്രശ്നം. അപ്പോ അർത്ഥത്തെയും കാമത്തെയും സമ്പത്തിനെയും ആഗ്രഹത്തെയും ധർമാധിഷ്ഠിതമായി ഉപയോഗിച്ച്, അതിന്റെ മാറ്റൊരു കല്ലതാണ് ധർമ്മമാണ്. ധർമാധിഷ്ഠിതമായി ഉപയോഗിച്ച് ജീവിച്ചാൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി കൈവരുന്ന അവസ്ഥയാണ് മോക്ഷം എന്നതാണ് നമ്മുടെ ലളിതമായ അതിന്റെ വ്യാഖ്യാനം. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മമാണ്. ഈ ധർമ്മത്തെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, നമ്മുടെ വൈയക്തികമായ, കൗടുംബികമായ, സാമൂഹ്യമായ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ധർമ്മം എന്നത് വളരെ വിശാലമായ ഒരു പദമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നു. സ്വാമി വിവേകാനന്ദൻ വിദേശത്ത് പ്രസംഗിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒരു വാചകം, ഞങ്ങളുടെ ഭാഷയിൽ, സംസ്കൃതത്തിലുള്ള ധർമ്മം എന്ന പദത്തിന് സമാനമായ ഒരു വാക്ക് നിങ്ങളുടെ ഭാഷകളിലില്ല. അതിനെ ഭാഷാന്തരം ചെയ്യാൻ പറ്റില്ല. റിലീജിയൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമെങ്കിലും ധർമ്മവും മതവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ധർമ്മം എന്നത് യഥാ അഭ്യുദയ നിശ്രേയസ സിദ്ധർമ്മം എന്ന് പറയും. ആത്മീയവും ഭൗതികവുമായ എല്ലാത്തിനെയും നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ധർമ്മത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ബേസ് എന്ന് പറഞ്ഞ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്. ആ ധർമ്മത്തെ സാമൂഹ്യ ജീവിതത്തിൽ എല്ലായിടത്തും മുദ്ര പതിപ്പിക്കുക, അടയാളപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടിയാണ് ആചാരങ്ങളും, ആചാര പ്രഭവോ ധർമ്മത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അടിസ്ഥാനം ധർമ്മമാണ്. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായാണ് നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം വന്നത്. അതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിശ്ചയമായും കുംഭമേളക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. നമുക്കറിയാവുന്ന പോലെ സൂര്യേന്ദ്രന്മാരുടെയും വ്യാഴത്തിന്റെയും ഒക്കെ ജ്യോതിശാസ്ത്രപരമായ ഒരു സ്ഥാനത്തിന്റെ വിന്യാസം 12 വർഷത്തിൽ ഒരിക്കൽ ആവർത്തിച്ച് വരികയാണ്. നമ്മുടെ നാട്ടിൽ പൗരാണിക കാലം മുതൽ തന്നെ വികസിച്ചു വന്നിരുന്ന ഒരു ശാസ്ത്രമായിരുന്നു ജ്യോതിശാസ്ത്രം. അകക്കണ്ണുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ആകാശത്തിന്റെ അനന്തതയിലുള്ള ഗ്രഹങ്ങളുടെ ചലനങ്ങളെയും അവയുടെ വിന്യാസക്രമത്തെയും ഒക്കെ അവർ കണ്ടുപിടിച്ചത് എന്നത് അത്ഭുതകരമാണ്. നമ്മുടെ ആധുനിക കാലത്ത് സങ്കീർണമായ യന്ത്രോപകരണങ്ങളുടെ പ്രഹേളികളിലൂടെ മാത്രം ദൃശ്യമാകുന്ന കാര്യം ആത്മാന്വേഷണത്തിലൂടെ, സെൽഫ് സെർച്ചിങ്ങിലൂടെയാണ് നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയത്. അതൊക്കെ ഒരു അത്ഭുതമാണ്. അങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലം എന്നൊക്കെ പറയുന്ന അത്ഭുതത്തെ നമ്മുടെ പൂർവികർ ദർശിച്ചത്. അങ്ങനെ ദർശിച്ചതിന് ശേഷമാണ് മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ ഈ ഭൂമി എന്ന് പറയുന്ന ഇച്ചിരി പോരുന്ന സ്ഥലത്തിരുന്ന് നമ്മൾ ഈ അഹങ്കരിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്ന്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് കവി പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ സാമാന്യ ബുദ്ധിക്കും ബാഹ്യമായ ദൃഷ്ടിക്കും ഗോചരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്.
അത്തരമൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ അന്തരീക്ഷത്തിലെ ഗ്രഹങ്ങൾ അവ ഒരു പ്രത്യേകമായ ദിശയിൽ നിലയിൽ എത്തുന്ന സമയത്തുള്ള അതിന്റെ പുണ്യം അത് നേടിയെടുക്കുക, നുകരുക എന്നുള്ളതിന്റെ കാലഗണനയുടെ അടിസ്ഥാനത്തിലാണ് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ 12 വർഷം കൂടി വരുന്ന സമയത്ത്, 12 വർഷം ആവർത്തിച്ച് വരുന്ന സമയത്ത് 144 വർഷമാകുന്ന സമയത്ത് മഹാകുംഭമേള നടക്കും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അർദ്ധ കുംഭമേളയും ഉണ്ട്. പ്രധാനമായും ഇത് ഗംഗാ നദീതീരത്തെ ഹരിദ്വാർ, അതുപോലെ ക്ഷിപ്ര നദീതീരത്തെ ഉജ്ജയിനി, ഗോദാവരി നദീതീരത്തെ നാസിക്, പിന്നെ പ്രയാഗ്രാജിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്നത് തീർത്ഥങ്ങളുടെ രാജാവ്, അതാണ് രാജ് എന്നർത്ഥത്തിലാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത് എന്ന് പറയാറുണ്ട്. ത്രിവേണി സംഗമസ്ഥാനം. ഗംഗ ഒരു ഭാഗത്തു നിന്ന് ഒഴുകി വരുന്നു, യമുന ഒരു ഭാഗത്തു നിന്ന് ഒഴുകി വരുന്നു. ആ ത്രിവേണി സംഗമസ്ഥാനത്ത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്, പോയവർക്കറിയാം. ആ അനുഭൂതി വിവരണാതീതമാണ്. സരസ്വതി നദി, അന്തർവാഹിനിയായിട്ടുള്ള സരസ്വതി നദി അവിടെ നിന്ന് ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്നതിന്റെ അടയാളം ജലോപരിതലത്തിൽ ദൃശ്യമാണ്. അപ്പൊ ഗംഗയും യമുനയും സരസ്വതിയും ഒരുമിച്ച് ചേരുന്ന സ്ഥലത്താണ് ത്രിവേണി സംഗമം എന്ന് പറയുന്ന, അതാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്ന തീർത്ഥരാജാവ് എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പൊ അവിടെ ഒരു തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയുടെ ഒരു അത്ഭുതകരമായ ഒരു സമ്മാനമാണത് ലോകത്തെ മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അവിടുത്തെ സ്നാനം എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമാണ് എന്നാണ് കരുതുന്നത്. അതിൽ യമുനയുടെ നിറം, കാളിന്തിയുടെ നിറം ഒരു നിറവ്യത്യാസമുണ്ട്. ഒരു കറുപ്പ് നിറം പോലെയുള്ള ഒരു ഛായയിലാണ് അതങ്ങനെ ഒഴുകി വരുന്നത്. ഗംഗയുടെ പാരിശുദ്ധ്യതയുണ്ട്. ഔഷധീയമായ അതിന്റെ ജലം എന്ന് പറയുന്നത് തന്നെ ഔഷധമാണ്. അപഭേഷജ എന്ന് വേദത്തിൽ പറയും. ഔഷധം തന്നെയാണ്. അപ്പൊ ഈ പുണ്യ നദികളിലെ ജലങ്ങളെല്ലാം, സരസ്വതി ആണെങ്കിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള, ഈ 3 നദികളിലെ ജലം ഒരുമിച്ച് ചേരുന്ന സ്ഥലത്ത് നിന്നുള്ള സ്നാനമാണ് ത്രിവേണി സംഗമ സ്നാനം എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആവർത്തിച്ചു വരുന്ന ഈ കുംഭമേളകൾ, അതിന് പഴയ കാലം മുതൽ തന്നെ, വളരെ വളരെ പഴയ കാലത്ത് തന്നെ, അത് എന്റെ ചരിത്രം പറഞ്ഞാൽ കുറെ കൂടി BC മുതൽ തന്നെ കുംഭമേള നടന്നതായിട്ട് പറയുന്നുണ്ട്. BC 4-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും വരെ മൗര്യന്മാരുടെയും ഗുപ്തന്മാരുടെയും കാലഘട്ടത്തിൽ കുംഭമേളകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചോള രാജാക്കന്മാര്, വിജയനഗരം, ഞാനിപ്പോ വിജയനഗര രാജ്യത്തെ ഹുബ്ലി എന്ന് പറയുന്നത് വിജയനഗര കൃഷ്ണദേവരായരുടെയൊക്കെ ആ ഒരു ഹിന്ദു സാമ്രാജ്യത്തിൽ, ദക്ഷിണേന്ത്യയിലെ വളരെ ഉജ്ജ്വലമായ ഹിന്ദു സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അതിന് നല്ല പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ കൊടുക്കുകയും കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജനകീയമായ ആചാരപരമായ ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഭിമാനം ശ്രീ ശങ്കരാചാര്യരാണ്, ആദി ശങ്കരാചാര്യരാണ്. നമ്മുടെ ഇന്ന് കാണുന്ന നിലയിലുള്ള ഒരു ക്രമീകരണവും ചിട്ടയൊക്കെ പല കാര്യങ്ങളിലും ശങ്കരാചാര്യർ അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്, വരുത്തിയത് എന്നും പറയപ്പെടുന്നു. അപ്പൊ ഇത്രയും കൊല്ലമായിട്ട്, 1200-ലധികം കൊല്ലമായിട്ട് ആ ചിട്ടയിലാണ് അത് നടന്നു വരുന്നത്. ചതുർമഠങ്ങളെ സമന്വയിപ്പിച്ച് ഭാരതത്തിലെ എല്ലാ സന്യാസി മഠങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി അത്യപൂർവമായി മാത്രം പുറത്തിറങ്ങുന്ന ഹിമാലയ സാനുക്കളിലെ ഗുഹാന്തരങ്ങളിൽ
കഴിയുന്ന തേജസ്വികളായ ലക്ഷക്കണക്കിന് സന്യാസിവര്യന്മാരുണ്ട്. അഖാഡകളിൽ കഴിയുന്ന സന്യാസിമാരുണ്ട്. ഒരു കൈയിൽ ജപമാലയും മറ്റേ കൈയിൽ ആയുധവുമായി ധർമ്മരക്ഷണത്തിന് വേണ്ടി ബലിഷ്ഠധാരികളായ, ശസ്ത്രധാരികളായ ആ സന്യാസിമാർ ധർമ്മത്തിന് ആവശ്യം വരുമ്പോ പോരടിച്ചവരാണ്, ധർമ്മത്തെ സംരക്ഷിച്ചവരാണ്. അങ്ങനെ വ്യത്യസ്ത പരമ്പരകളിൽ പെടുന്ന ദശനാമി സമ്പ്രദായം എന്ന് പറയും. അങ്ങനെ 10 തരത്തിൽ അതുകൂടാതെ തന്നെയുള്ള പരമ്പരാഗതമായ ഒരുപാട് സന്യാസി സമ്പ്രദായങ്ങളുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരവസരമാണ്, ഒരുമിച്ച് കാണുന്ന, ഒരുമിച്ച് ആശയങ്ങൾ കൈമാറുന്ന ഒരവസരമാണത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് കണ്ടെത്തിയ ഒരുപാട് വിശിഷ്ടമായ കാര്യങ്ങളുണ്ട്. ധ്യാനത്തിലൂടെ, തപസ്സിലൂടെ, നിധിധ്യാസനത്തിലൂടെയൊക്കെ അതവർ കൈമാറുന്ന സ്ഥലമാണ്. വയലാറ് മനോഹരമായി പറയുന്നൊരു വരിയുണ്ട്: അരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ എന്ന്. കൊടുങ്കാട്ടിനുള്ളിൽ, ഗുഹയ്ക്കുള്ളിൽ, അരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ, സൈന്ധവോദാര ശ്യാമ മനോവിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഇരുന്നി പ്രപഞ്ച പരിണാമോത്പിന്ന സർഗക്രിയാ സാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യവൻ ദർശനം എന്ന് വയലാർ അവസാനം കമ്മ്യൂണിസ്റ്റൊക്കെ വിട്ടിട്ട് വാളല്ലൻ സമരായുധം ജനജനദ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാൻ എന്ന സർഗസംഗീതം എന്ന കവിതയിൽ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആത്മാന്വേഷണത്തിലൂടെ അവര് സ്വായത്തമാക്കിയ ആത്മീയമായ ജ്ഞാനം, ആ ജ്ഞാനം വാരി വിതറാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ കുംഭമേളകൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ജ്ഞാനത്തിന്റെ ആദാന പ്രദാനം അത് നടക്കുന്ന ഒരു സ്ഥലിയായാണ് കുംഭമേള മാറുന്നത്. ഇന്നത്തെ പോലത്തെ വർത്തമാനകാല സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ, പത്രമോ ടിവിയോ സമൂഹ മാധ്യമങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ പരസ്പരം ഈ ജ്ഞാനത്തെ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായി തന്നെയാണ് കുംഭമേളയെ അവർ മാറ്റിയത്. ഇപ്പോഴത്തെ കുംഭമേളയിൽ നമുക്കറിയാം, ഏറ്റവും പൗരാണികമായ ഋഷീശ്വരന്മാർ മുതൽ സന്യാസി വര്യന്മാർ മുതൽ നമ്മൾ ആധുനിക കാലത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ, സംവിധാനങ്ങളുടെ ആളുകൾ വരെ അവിടെ എത്തിച്ചേരുന്നുണ്ടല്ലോ. അപ്പോ പൗരാണികവുമാണ് നിത്യനൂതനവുമാണ്. ഇതിന്റെ രണ്ടിന്റെയും സമന്വയമാണ് അവിടെ നടക്കുന്നത്. പഴയതെല്ലാം നല്ലതാണ്, പുതിയത് മോശമാണ്, അല്ല പുതിയതെല്ലാം നല്ലതാണ്, പഴയത് മോശമാണ് എന്നതിന് പകരം പഴയതോ പുതിയതോ എന്നതല്ല, ഏതാണ് കാലാനുസൃതം. നമ്മുടെ വർത്തമാനകാലത്തെ സാമൂഹ്യ ജീവിതത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും മൂല്യാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഏതാണ്, അതിനെ കൊള്ളാനും അല്ലാത്തവയെ തള്ളാനുമുള്ള ചിന്താ സ്വാതന്ത്ര്യമുള്ള ഒരു ധർമ്മമാണ് നമ്മുടെ ഹിന്ദു ധർമ്മം. അപ്പൊ അതുകൊണ്ട് അത്തരമൊരു കൂടിച്ചേരലിന്റെ, സമന്വയത്തിന്റെ, സംഗമത്തിന്റെ വേദിയാണ് കുംഭമേള എന്ന് പറയും. അങ്ങനെ നമ്മുടെ നാട്ടിലെ ആ വൈവിധ്യത്തെ മുഴുവനും സമന്വയിക്കുന്ന കേന്ദ്രമായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ 144 വർഷത്തിന് ശേഷമാണ് ഈ സമന്വയം നടക്കുന്നത്. നോക്കൂ, അന്നത്തെ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി ഈ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട്, 144 വർഷത്തിന് ശേഷം നടക്കുന്ന കാര്യമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട്, ഈ കോടിക്കണക്കിന് ആളുകൾ ഭാരതം പോലുള്ള ഇത്രയും വിസ്തൃതമായ ഭൂമണ്ഡലത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ നടന്നു തന്നെ വരണമല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിന് പിറകിൽ ഒരു ആസൂത്രണം, ആത്മീയമായ ഒരു ആസൂത്രണം ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ആശയ കൈമാറ്റം നടന്നത്? അത്ഭുതകരമാണ് ആ കാര്യം. ഇതെല്ലാം കണ്ട്
തന്നെയാണ് ഒരു പാശ്ചാത്യ ദാർശനികനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതിക്ക് വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യ എന്തൊരു മഹാത്ഭുതം എന്ന പേര് നൽകിയത് എന്ന് തോന്നുന്നു. പുറമേ കാണുന്ന സമയത്തുള്ള ഈ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തേക്ക് അകത്ത് ചെല്ലുമ്പോൾ കാണുന്ന ഈ ഒരു ഏകാത്മതയെ ഉണർത്താനുള്ള പദ്ധതി, ആ പദ്ധതിയെ അറിവുള്ളവർ ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുംഭമേളകൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഈ സംഗമവേദികളിൽ വലിയ പരിവർത്തനത്തിന്റെ, ധർമ്മ സംരക്ഷണത്തിന്റെ, സ്വാതന്ത്ര്യ സംരക്ഷണത്തിന്റെ, നമ്മുടെ ദേശീയതയെയും പൈതൃകത്തെയും മൂല്യങ്ങളെയും സംസ്കൃതിയെയും സംരക്ഷിക്കുന്നതിന്റെ എല്ലാ തരത്തിലുള്ള പ്രയോഗവൽക്കരണങ്ങളും ആസൂത്രണവും അവിടെ നടന്നിരുന്നു. ഹുയാൻസാങ്, അദ്ദേഹത്തിന്റെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ്, അദ്ദേഹം AD 664 ജീവിതകാലം. കുംഭമേളയുടെ വൈവിധ്യത്തെക്കുറിച്ച്, കുംഭമേളയെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ പറയുന്നു. വളരെ അത്ഭുതകരമായ ഒരു സംഘമാണത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണത് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ ഒരു മഹാപരിവർത്തനം നടത്താൻ വേണ്ടി, ഒരു മഹാപരിവർത്തന യുഗത്തിലേക്ക് മഹാമനീഷികളായ ആചാര്യശ്രേഷ്ഠന്മാർ നടത്തുന്ന പരിശ്രമത്തിനുള്ള സംഗമവേദിയാണ് മഹാകുംഭമേള എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ, ചരിത്രത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ ചില നിർണായകമായ കാര്യങ്ങൾ അവിടെ നടന്നത്, കുംഭമേളയോടനുബന്ധിച്ച് നടന്നത് പറഞ്ഞാൽ കേവലം ആത്മീയമായ ഒരു സംഗമം എന്നതിലുപരിയായി അതിന് വ്യത്യസ്തമായ ചില ദിശകളും ഊന്നലുകളും ചില ലക്ഷ്യങ്ങളുമെല്ലാം ഈ സംഗമത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പുരാണങ്ങളിലൊക്കെ ഒരുപാട് കഥകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, കുംഭമേളയുമായി ബന്ധപ്പെട്ട്. പാലാഴിമതനം, അമൃത്, ആ അമൃത് ചൊരിഞ്ഞ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അമൃതിന്റെ തുള്ളികൾ വീണ സ്ഥലങ്ങൾ, അതിന്റെ പവിത്രത, അതൊക്കെ ഒരുപാട് കഥകളുണ്ട്. എന്തായാലും ഈ സ്ഥാനങ്ങൾ വളരെ വിശുദ്ധമാണ്, പവിത്രമാണ്, തേജോമയമാണ്, അമൃതത്വം നിറഞ്ഞതാണ് എന്നതുകൊണ്ടാണ് ഭാരതത്തിലെ ഓരോ തരി മണ്ണും പവിത്രമാണ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലികളാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ കുംഭമേളക്കായി തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം പ്രയാഗ്രാജാണ് എന്ന് പറയുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കുംഭമേളയിൽ നടന്ന ഒരു 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ദേശീയതയും സ്വാതന്ത്ര്യവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആത്മീയമായ കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മുടെ പൂർവികന്മാർ ഉപയോഗപ്പെടുത്തിയത് എന്ന് സൂചിപ്പിക്കാൻ കഴിയും. നമുക്കറിയാവുന്ന പോലെ ബാലഗംഗാധര തിലകൻ അദ്ദേഹം ഗണേശോത്സവത്തെ സാർവജനിക ഗണേശോത്സവം എന്ന നിലയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയമായ, ദേശീയമായ കാര്യങ്ങളിലേക്ക് പോലും ആളുകളെ ഉണർത്താനും ഉത്ബുദ്ധരാക്കാനും സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം ചില പരിശ്രമങ്ങൾ കുംഭമേളയുടെ സന്ദർഭത്തിലും നടന്നിട്ടുണ്ട്. ഈ വളരെ ബ്രിട്ടന്റെ കോളനിയിലെ ഭരണാധികാരിയായിരുന്ന ജെയിംസ് പ്രിൻസേവ് 19-ാം നൂറ്റാണ്ടിൽ കുംഭമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞ കൂട്ടത്തിൽ 1857 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലതും കുംഭമേളയുടെ സന്ദർഭത്തിൽ ആസൂത്രണവും അതിന്റെ പ്രേരണയും കിട്ടിയതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. റാണി ലക്ഷ്മി ഭായ് 1857 പ്രയാഗിലെ ഒരു കുടുംബത്തിൽ താമസിച്ചാണ് 1857 സ്വാതന്ത്ര്യ സമരത്തിൽ, 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്, പോരാടിയത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടു.
ചരിത്രകാരനായ ശ്രീ മക്ലീൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കുംഭമേളയിൽ ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രയാഗിൽ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അവരെ അതിക്രൂരമായി അടിച്ചമർത്തിയതിനെ കുറിച്ച് പറയുന്നു. ആ കൂട്ടത്തിൽ കുംഭമേളയുടെ അവസരത്തിലാണ് അവർ ഈ ഒരുമിച്ച് കൂടുവാനുള്ള തീരുമാനവും പോരാടാനുള്ള തീരുമാനം എടുത്തത് എന്ന് എടുത്തു പറയുന്നു. 1855 ഹരിദ്വാറിൽ നടന്ന കുംഭമേളയിൽ വെച്ചാണ് മഹർഷി ദയാനന്ദ സരസ്വതി നമ്മുടെ വേദം, അതിന്റെ ശുദ്ധീകരണം, വേദത്തിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം അതൊക്കെ നടത്തിയത്. അപ്പോൾ നമ്മുടെ ജ്ഞാനത്തെ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയും അതുപോലെ കാലാനുസൃതമാക്കാനും വേണ്ടിയുള്ള ആഹ്വാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കുംഭമേളയുടെ അവസരത്തിൽ നടക്കുകയുണ്ടായി. അദ്ദേഹം ധർമ്മസംരക്ഷണത്തിന് വേണ്ടി നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ, ആര്യസമാജത്തിന്റെ പ്രവർത്തനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പരാവർത്തനം നടന്നു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. നമ്മുടെ ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. ആ പദ്ധതികൾക്കൊക്കെ ആഹ്വാനം ഉണ്ടായത് കുംഭമേളയിൽ വെച്ചാണ്. അതിലൊരു പുസ്തകത്തിൽ 1857 സ്വാതന്ത്ര്യ സംക്രാന്തി മേം സ്വാതന്ത്ര്യ പ്രവർത്തക മഹർഷി ദയാനന്ദ സരസ്വതി കാ യോഗ്ദാൻ എന്ന ഒരു ഗ്രന്ഥത്തിൽ, പിണ്ഡിദാസ് ജ്ഞാനി എന്നാണ് ആ ഗ്രന്ഥകാരന്റെ പേര്, അദ്ദേഹം കുംഭമേള അവസരത്തിലാണ് 1857 സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ ആസൂത്രണം നടന്നത് എന്ന് വിശദീകരിക്കുകയും സന്യാസിമാരുടെയൊക്കെ അതിന്റെ പുറകിലുള്ള പങ്ക് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. യാദൃച്ഛ്യമായി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ മഹാത്മജി 1915 ഹരിദ്വാറിലെ കുംഭമേളയിൽ പങ്കെടുത്തതിനെ കുറിച്ച്, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാരത സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു ശക്തമായ ചുവടുവെപ്പ് എന്ന് പറയാവുന്നത് ഹരിദ്വാറിലെ കുംഭമേളയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രേരണ പ്രകാരമാണ് അദ്ദേഹം അവിടെ എത്തിയത് എന്നും മറ്റും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു അധ്യായം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. ഇപ്പോ നമ്മുടെ ഒരു നേതാവ്, കോൺഗ്രസിന്റെ ഒരു നേതാവ്, കുംഭമേളയിൽ അവിടെ പോയി കുളിച്ചാൽ പട്ടിണി മാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നെഹ്റുവിനെ അതിൽ നിന്നും നമുക്ക് ഒഴിച്ചു നിർത്താം. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ദേശീയതയുമായി, ധർമ്മവുമായി ബന്ധമുണ്ടായിരുന്ന, അതിനെ ആദരിച്ചിരുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഈ കുംഭമേളയിൽ സഹകരിച്ചിരുന്നു, കുംഭമേളയിൽ ഭാഗഭാഗിത്വം വഹിച്ചിരുന്നു എന്നത് സത്യമാണ്. അതുപോലെ 1915 ഒരു കുംഭമേളയിൽ വെച്ചാണ് ഹിന്ദു മഹാസഭയുടെ രൂപീകരണം നടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ രൂപീകരണം നടന്നു 1905 അവസാനം. അപ്പൊ അവർ രാഷ്ട്രീയമായി സംഘടിക്കുകയാണ് മുസ്ലിങ്ങൾ. അതിന്റെ ഒരു പ്രതിക്രിയ എന്നുള്ള നിലക്ക് ഹിന്ദുക്കളും സംഘടിച്ചേ പറ്റൂ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് സ്വാമി ശ്രദ്ധാനന്ദൻ, മദൻ മോഹൻ മാളവ്യ, അതുപോലുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം ചേർന്നുകൊണ്ട് മഹാത്മജിയും ആ ആദ്യത്തെ സമ്മേളനത്തിൽ സംബന്ധിക്കേണ്ടായി. ഹിന്ദു മഹാസഭയുടെ രൂപീകരണം ഉണ്ടാകുന്നു. അതിന് 10 വർഷം മുമ്പ് നടന്ന 12 വർഷം മുമ്പ് നടന്ന ഒരു കുംഭമേളയിൽ വെച്ചാണ് നമ്മളിന്ന് വളരെ പ്രസിദ്ധമായ ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റി നമ്മളെ ധർമ്മം പഠിപ്പിക്കാൻ, വൈദേശിക ആശയങ്ങൾ നമ്മളെ നശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പ്രതിരോധം എന്നുള്ള ആൾക്ക്, പ്രതിക്രിയ എന്നുള്ള ആൾക്ക് നമ്മുടെ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം തുടങ്ങണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ കാശിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തതും ഒരു കുംഭമേളയിലാണ്. അങ്ങനെ അതേപോലെ
1964 സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണം അതും ഒരു കുംഭമേളയിലാണ് സംഭവിച്ചത്. സന്യാസിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ അതിഗംഭീരമായ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണ തീരുമാനം. ആഗോള വ്യാപകമായി ഉള്ള ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഇടപെടാനും നേതൃത്വം കൊടുക്കാനും അത് പരിഹരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നുള്ള നിലക്ക് ആ ഒരു ശ്രമം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണം ഉണ്ടാകുന്നു. ചിന്മയാനന്ദ സ്വാമികളുടെ ഒക്കെ മഹാമണ്ഡലേശ്വരന്മാരുടെയും ശങ്കരാചാര്യന്മാരുടെയൊക്കെ ആശീർവാദത്തോടുകൂടി അതുണ്ടാകുന്നത്. 1977 നമുക്കറിയാവുന്ന പോലെ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരോധിച്ചു. വലിയ തോതിലുള്ള പ്രതിഷേധം അന്നുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരായിട്ട് രൂപപ്പെട്ടു വരികയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, പൗരാവകാശം നിഷേധിച്ചു, 44-ാം ഭരണഘടന ഭേദഗതി വകുപ്പ് ഭേദഗതി ചെയ്തു, ലക്ഷക്കണക്കിന് ആളുകളെ തടവറയിലിട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പച്ചക്ക് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാരതം മുഴുവനും നടന്ന വലിയ സത്യാഗ്രഹങ്ങളും പോരാട്ടങ്ങളുടെയും അലയൊലികൾ 77 ആദ്യം നടന്ന കുംഭമേളയിൽ ഉണ്ടായി. ആ കുംഭമേളയിൽ ഈ ഏകാധിപത്യത്തെ തൂത്തെറിയണം എന്ന് ധർമാചാര്യന്മാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ആ സമയത്ത് രൂപീകൃതമായ ജനതാ പാർട്ടിയും മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഏകാധിപത്യത്തെ തൂത്തെറിഞ്ഞതുമെല്ലാം നമ്മുടെ മുമ്പിൽ ചരിത്രമായി ഉണ്ടെങ്കിലും അതിന്റെ ശ്രദ്ധേയമായ ഒരു പിന്തുണ ധർമാചാര്യന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും നമ്മുടെ സ്വാതന്ത്ര്യം, അത് ആത്മീയമായാണെങ്കിലും ഭൗതികമായാണെങ്കിലും സ്വാതന്ത്ര്യം തിരിച്ചു കൊണ്ടുവരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എന്ന ആഹ്വാനം സന്യാസിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു പ്രമുഖ സന്യാസി വര്യൻ ഇന്ദിര രാഷ്ട്രത്തിന്റെ ശത്രുവാണ്, ആ ശത്രുവിനെ തോൽപ്പിക്കണം എന്ന് തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത്. അതാണ് ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള മുന്നേറ്റമായി മാറിയത്. രാമജന്മഭൂമി പ്രസ്ഥാനം അത് രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ 1984 കുംഭമേളയിൽ വെച്ചാണ് സന്യാസിമാർ അത് എവിടെയാണോ രാമക്ഷേത്രം ഉണ്ടായിരുന്നത് അവിടെ തന്നെ രാമക്ഷേത്രം പണിയും, ബാബർ തകർത്ത ആ മഹാക്ഷേത്രം പുനർനിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നത്. അതേ തുടർന്നാണ് നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ പങ്കാളിത്തം വഹിച്ച മഹാപ്രക്ഷോഭം രാമജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടന്നത്. അതിന്റെ തീരുമാനവും ആഹ്വാനവും ഉണ്ടായിരുന്ന ഒരു കുംഭമേളയിലാണ് എന്നതും വളരെ വളരെ ചിന്തനീയമായ, ആലോചനാർഹമായ, പ്രചോദനാത്മകമായ ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ ഇത് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും 1857 സമരത്തിന്റെ ഒക്കെ പ്രേരണ ഇവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് കുംഭമേളയെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിരുന്നു. കുംഭമേളയിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ട്രെയിനുകൾ നിരോധിച്ചു. ഒരു കുംഭമേളയിൽ പങ്കെടുക്കുന്ന, സ്നാനം നടത്തുന്നവർക്ക് ഒരാൾക്ക് 1 രൂപ നികുതിയായി അടക്കണം എന്ന നിർദ്ദേശം വന്നിരുന്നു. അന്ന് 1 രൂപ എന്ന് പറയുന്നത് ചില്ലറ പൈസയല്ല. ഒരു ബ്രിട്ടീഷുകാരൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് കുംഭമേളയിൽ പങ്കെടുത്ത് നികുതി അടച്ച ഒരു ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് അന്ന് ഉത്തരേന്ത്യയിലെ ഒരാൾക്ക് മാസത്തിൽ കഴിയാൻ 1 രൂപ മതിയെന്ന്. അത്രയും വലിയൊരു പിഴയൊക്കെ അല്ലെങ്കിൽ നികുതിയൊക്കെ ചുമത്തിയിരുന്നു ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമായും ഈ കുംഭമേള അവസരത്തെ വിരുദ്ധ ശക്തികൾ ഉപയോഗിച്ചിരുന്നു.
ലഘുലേഖകൾ വിതരണം ചെയ്യുക, നമ്മുടെ ധർമ്മത്തിനെതിരായി സംസാരിക്കുക, നമ്മളെ വൈരുദ്ധ്യങ്ങളായി തമ്മിലടിയായി ചിത്രീകരിക്കുക. അങ്ങനെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമവും നടന്നിരുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിക്രിയകളും കുംഭമേള അവസരത്തിൽ തന്നെ സന്യാസിമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ആത്മീയമായ അമൃത് നുകരാൻ വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് ചേരലാണെങ്കിലും ദേശീയമായ ഒരു മാനവും ഒരുമയുടെ പെരുമ വർദ്ധിപ്പിക്കാൻ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ പരിശ്രമവും കുംഭമേളയുടെ ഭാഗമായിട്ടും ഉണ്ടായി. നമ്മുടെ വിസ്തൃതമായ നമ്മുടെ രാഷ്ട്രം ആയിരക്കണക്കിന് വർഷമായി ഒന്നായിരുന്നു. ചിലർ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഭാരതത്തിൽ ദേശീയത ഉണ്ടായത്. EMS തമ്പൂരിപ്പാട് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ടത് എന്ന് ഇന്ത്യൻ ദേശീയതയെ കുറിച്ചുള്ള പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു വിലയിരുത്തൽ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ 20 ദേശീയത ഉണ്ടായിരുന്നു, 18 ദേശീയത ഉണ്ടായിരുന്നു എന്നൊക്കെ അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ വെവ്വേറെ രാഷ്ട്രങ്ങളായിരുന്നു, ഈ ഭാരതം ഒന്നായിരുന്നില്ല എന്നൊക്കെയായിരുന്നു അവരുടെ പ്രചരണം. ഭാരതം ഒന്നാണെന്ന് അവർ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷവും, സ്വാതന്ത്ര്യത്തിന്റെ മുമ്പ് അവരുടെ തീസിസ് അതായിരുന്നു, ബഹുദേശീയതാവാദം എന്നാണ് അതിന് പറയുക. അതിനെ പിൻപറ്റിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുന്നതും അതിനെ അവർ പിന്തുണ കൊടുക്കുന്നതും ഒക്കെ, വിഭജനമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ ആയിരക്കണക്കിന് വർഷമായി ഈ രാഷ്ട്രം ഒന്നായിരുന്നു. അതേതെങ്കിലും ഒരു ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിലായിരുന്നുകൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് ഒരു രാഷ്ട്രം എന്ന ബോധം അത് നാഗാലാൻഡ് മുതൽ കേരളം വരെ, കച്ച് മുതൽ കാമരൂപം വരെ, കന്യാകുമാരി മുതൽ കാശ്മീരം വരെ അത് ഉണ്ടായിരുന്നു. ആ ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്ന, സമ്മർദ്ദമാക്കുന്ന നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികളിലൂടെയാണ് ബോധപൂർവമായി അത് സൃഷ്ടിക്കപ്പെട്ടത്. അതിലൊന്ന് തീർത്ഥാടനമാണ്. ഇപ്പൊ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ആളുകൾ കാശിയിലേക്ക് പോകുന്നു, ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകൾ രാമേശ്വരത്തേക്ക് വരുന്നു. അപ്പോ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കും തിരിച്ചുമെല്ലാമുള്ള യാത്രകളിലൂടെ അവർക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ജീവിതാനുഭവങ്ങളിലൂടെ, ധർമ്മത്തിന്റെ സ്വീകരണത്തിലൂടെ ഈ രാഷ്ട്രം ഒന്നാകും. നമ്മുടെ അവതാര പുരുഷന്മാർ, നമ്മുടെ മഹാഗ്രന്ഥങ്ങൾ, ഇപ്പൊ ശ്രീകൃഷ്ണൻ, നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ അച്ഛൻ്റെ അച്ഛനെയൊക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് 4 തലമുറക്കപ്പുറത്ത് പേര് വെച്ച് നമുക്ക് അറിയില്ല. പക്ഷെ ഭാരതത്തിലെ ഏത് പ്രദേശത്ത് പോയി ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും തലയിൽ മയിൽപ്പീൽ ചൂടി കയ്യിൽ ഓടക്കുഴലുള്ള എന്ന് പറയുമ്പോഴത്തെ കുട്ടി കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയും. അത് ഏത് ഭാഷയിലുള്ളവരാണെങ്കിലും പറയും. രാമായണം എല്ലാവർക്കും അറിയാം. അതിന്റെ ശ്ലോകങ്ങളും അല്ലെങ്കിൽ അതിന്റെ കഥാന്തരങ്ങളും അതിന്റെ ഗഹനതകളും തത്വങ്ങളൊക്കെ അറിയണമെന്നില്ല. പക്ഷെ രാമനെ എല്ലാവർക്കും അറിയാം, ഹനുമാനെ എല്ലാവർക്കും അറിയാം, സീതയെയും കൗസല്യയും എല്ലാവർക്കും അറിയാം. മഹാഭാരതം ഭീമനെ, പഞ്ചപാണ്ഡവന്മാരെ, ദുര്യോധനെ, അഭിമന്യുവിനെ അവരെല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ ഗ്രന്ഥങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, നമ്മുടെ തീർത്ഥസ്ഥാനങ്ങളിലൂടെ, കാശി എല്ലാവർക്കും അറിയാം, അയോധ്യ എല്ലാവർക്കും അറിയാം. ഭാരതത്തിൽ എവിടെയാണെങ്കിലും സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുമ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിയുഗ സന്തരണ മന്ത്രം ഈ അടുത്ത കാലത്താണല്ലോ അതിനൊക്കെ കുറവൊന്നു പോയത്. ഭാരതത്തിൽ എവിടെ അത് ജപിക്കുമായിരുന്നു. അപ്പൊ ധർമ്മത്തെ ഈ നിലയിലാണ് ജീവിതത്തിൽ ആവിഷ്കരിച്ചിരുന്നത്. നമ്മുടെ ശങ്കരാചാര്യരുടെ കാലം മുതൽ തുടങ്ങിയ ഒരു ആചാരമാണ് കേദാർനാഥ് എന്ന് പറയുന്ന ഹിമാലയ പ്രാന്തത്തിൽ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പൂജാരി കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത ഒരു ഇല്ലത്തെ തിരുവേനിമാരാണ്. 1200 കൊല്ലമായിട്ട് അവിടെ പരമ്പരയായിട്ട് പൂജ നടത്തുന്നത്. റാവൽജി എന്ന് പറയും, ബദ്രിനാഥിലെ റാവൽജി. അപ്പൊ ഈ രാഷ്ട്രം ഒന്നാണ് എന്നതിന് ശങ്കരാചാര്യ കാലടിയിൽ നിന്ന്
ബാലനായിരിക്കുന്ന സമയത്ത് തന്നെ കാൽനടയെ സഞ്ചരിച്ച് ചതുർമടങ്ങൾ സ്ഥാപിച്ച് കാശ്മീരിലെത്തി സർവജ്ഞപീഠം കയറുകയാണ്. കാശ്മീരിലെ രഘുപതിനാഥ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടി എടുക്കുന്ന നാളികേരം കേരളത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. തിരിച്ച് ഗുരുവായൂരിലെ അമ്പലത്തിലെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കുങ്കുമം കാശ്മീരിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ഈ നാട് നമ്മുടെ സപ്തനഗരങ്ങൾ അയോധ്യ, മധുരമായ, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരികാലയ, പുരി, തക്ഷശിലാകയ ഈ മഹാനഗരങ്ങളോടുള്ള ആദരവ്, മഹാപുരുഷന്മാരുള്ള ആദരവ്, എന്തിനേറെ പറയുന്നത് ചിരഞ്ജീവികൾ എന്ന് പറയുമ്പോൾ അശ്വത്ഥാമ, ബലു, വ്യാസം, അനുമാശി, ഭീഷണാക്രമ, പരശുരാമശ്ച, സത്യത, ചിരഞ്ജീവൻ ഇവര് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ളവരാണ്. അതില് രാക്ഷസനായ വിഭീഷണനുണ്ട്, ഹനുമാനുണ്ട്. ഭാരതത്തിന്റെ വൈവിധ്യപൂർണമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ചേർത്തിരിക്കുകയാണ്. ഭാരതത്തിലെ ഏത് സ്ഥലത്ത് പൂജ തുടങ്ങുമ്പോഴും രാവിലെ ക്ഷേത്രത്തിൽ ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്, ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരുമു എന്ന്. ഈ നദികൾ ഭാരതത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളെ സേചനം ചെയ്യുന്നവയാണ്. ആ നദികളിലെ പുണ്യജലം ആദമിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഈ പൂജ ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഏകാത്മത എന്ന് പറയുന്നത് രാഷ്ട്രം എന്നുള്ള ബോധമാണ്. അത് ആയിരക്കണക്കിന് വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തെ ദക്ഷിണേന്ത്യ വേറെ, ഉത്തരേന്ത്യ വേറെ, ആര്യന്മാർ വേറെ, ദ്രാവിഡന്മാർ വേറെ എന്നൊക്കെ വിഭജനത്തിന്റെ തന്ത്രം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഇവിടെ അടിച്ചേൽപ്പിച്ച കുടില ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഈ വിഭജന തന്ത്രം ഇവിടെ അരങ്ങേറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്തസംഘർഷങ്ങളും അന്തക്ഷോഭങ്ങളും സംഘർഷങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. വർണ്ണത്തെ ജാതിയായി മാറ്റുന്നത്, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നകാരാത്മകമായ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ഇവിടെ വളർത്തിയത് വിദേശികളാണ്. അതിന് പിന്തുണ കൊടുത്ത ഇവിടുത്തെ ചില ആളുകൾ. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രം ഏകാത്മകമായിരുന്നു ആയിരക്കണക്കിന് വർഷമായി. ഹരിയാനയിൽ ജനിച്ച ഒരാള് അഗസ്ത്യൻ, അദ്ദേഹം നടന്നങ്ങനെ വരികയാണ്. അത് നടന്നു വന്ന് കേരളത്തിലെത്തുകയാണ്. കേരളത്തിലെത്തി കാട്ടാക്കടയിൽ നേരെ മല കയറുകയാണ്. അഗസ്ത്യകൂടം അവിടെ തപസ്യാണ്. അങ്ങനെ എത്ര ആളുകൾ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സഞ്ചാരത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. കുറെ കൂടി വിപുലമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഖണ്ഡിതമായ ഭാരതത്തിന് അപ്പുറത്തേക്ക് 700 കൊല്ലം മുമ്പ് വരെ ആര്യാവർത്തം, ഇന്നത്തെ ഇറാൻ, 800 കൊല്ലം മുമ്പ് വരെ ഉപഗണസ്ഥാൻ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പഴയ ഗാന്ധാർ ദേശം, ഇപ്പോഴത്തെ കന്ദഹാർ, ബ്രഹ്മദേശം, ഇപ്പോഴത്തെ മ്യാൻമർ, ബർമ്മ, പഴയ ബർമ്മ, ത്രിവിഷ്ടം, നമ്മുടെ തിബത്ത്, പഴയ ശൃംഗപുരി, ഇപ്പോഴത്തെ സിംഗപ്പൂര്, ഇവയൊക്കെ ചേർത്തുകൊണ്ട് ഹിമാലയം കിരീടമാക്കി 2 കൈകളും 2 സമുദ്രത്തിലേക്ക് നീട്ടി. കിഴക്ക് ആര്യാവർത്തം വരെയും കിഴക്ക് ശൃംഗപുരി വരെയും ഇപ്പുറത്ത് ആര്യാവർത്തം വരെയും നീട്ടി. 2 കാലുകളും 3 സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന കന്യാകുമാരിയിൽ വെച്ച് നീല സിന്ധുജല ദൗത ചരണതല എന്ന് പറയും. സമുദ്രജലം സേചനം ചെയ്തുകൊണ്ട് അമ്മ ഇങ്ങനെ കിടക്കുകയാണ്, ഭാരതമാതാവ്. ആ ഭാരതമാതാവിന്റെ തൃച്ചേവടികളിൽ ഒരു താമരപ്പൂ സമർപ്പിച്ച പോലെ ശ്രീലങ്ക. ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ദർശിച്ച ഭാരതം, അഖണ്ഡ ഭാരതം, ധർമ്മഭാരതം, സനാതനധർമ്മത്തിന്റെ കളിത്തൊട്ടിലായ ഭാരതം. അതിനെയാണ് ഗുരുജി സാക്ഷാത്കരിച്ചത്, അരവിന്ദ മഹർഷി സാക്ഷാത്കരിച്ചത്, വിവേകാനന്ദൻ സാക്ഷാത്കരിച്ചത്, ദർശിച്ചത്. മനോമുകുരത്തിൽ ഈ അഖണ്ഡ ഭാരതത്തെ ദർശിച്ചാണ് ഇവരെല്ലാവരും ഈ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള, സമർപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഏകാത്മതയെ, ഈ ഏകരാഷ്ട്രത്തെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ആ പരിശ്രമങ്ങളിൽ ഒന്നാണ് കുംഭമേള എന്ന് പറയുന്നത്. വൈവിധ്യങ്ങളെ സമന്വയിപ്പിക്കാൻ വേണ്ടി, ധർമാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്, കാലഘട്ടത്തിനനുസൃതമായ നവീകരണ ക്രമത്തിനു വേണ്ടി, ആചാര പരിഷ്കരണത്തിന് വേണ്ടി, കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ സമാരംഭം കുറിക്കാൻ വേണ്ടി, ശുഭാരംഭത്തിന് വേണ്ടി ഒക്കെയാണ് കുംഭമേള. വർഷങ്ങളായി നമ്മുടെ പൂർവികന്മാർ ഏത് കാലഘട്ടത്തിലും സമയക്രമം അനുസരിച്ച്
സ്വദേശമായി നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും മഹത്തരമായ ഒന്നാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ വലിയൊരു പരിവർത്തനം ഇപ്പോൾ ലോകം മുഴുവൻ നടന്നു വരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൽ വലിയൊരു പരിവർത്തനമുണ്ട്. ഓരോ കുംഭമേളയുടെയും അവസാനം, മഹാകുംഭമേളയുടെ അവസാനം വലിയ പരിവർത്തനം ഉണ്ടാവും എന്നാണ് നമ്മുടെ പൂർവികന്മാർ വിശ്വസിച്ചത്. അത് നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കുംഭമേളയെ കുറിച്ച് ഒരു സന്യാസി വര്യൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വളരെ പ്രതീക്ഷാ നിർഭരമായ വാക്കുകൾ പറഞ്ഞാൽ, പരംപൂജനീയ ഗുരുദേവ് നിഖിലേശ്വരാനന്ദ പരമഹംസജി അദ്ദേഹം പറഞ്ഞത്, ഈ മഹാകുംഭമേളയുടെ മഹാചൈതന്യം വരുന്ന 144 വർഷത്തേക്കുള്ള ഭാരതത്തിന്റെ ആത്മീയ പ്രഭാവവും ശക്തിയും കൂടുതൽ ജ്വലിപ്പിച്ച് ഈ ആർഷഭൂമിയെ ജഗദ്ഗുരുവാക്കി മാറ്റും. ബ്രഹ്മർഷികളുടെ മഹാപരിവർത്തന യുഗ പദ്ധതിയിലെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഈ മഹാകുംഭമേളയിലൂടെ തുടങ്ങുന്നത്. ഭാരതം ലോക ഗുരുവാകും. ലോക ജനത സനാതന ധർമ്മത്തിലൂന്നിയ ആധ്യാത്മിക വിപ്ലവത്തിലൂടെ ആനന്ദവാന്മാരായി മാറും എന്നാണ്. ആ പ്രവചനത്തിൽ എല്ലാം ഉണ്ട്. ആ നിരീക്ഷണത്തിൽ എല്ലാം അന്തർലീനമാണ്. ഭാവി ലോകക്രമം എങ്ങനെയാണ് നമ്മുടെ ഭാരതം ചൂണ്ടുന്ന ദിശയിലൂടെ സഞ്ചരിക്കുക എന്നതിന്റെ പ്രതീക്ഷാ നിർഭരമായ വിരൽ ചൂണ്ടൽ അതിലുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് കവി പാടിയതുപോലെ, ആ വരും വരും നൂനമാ ദിനമെൻ നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. ആ വരും വരും നൂനമാ ദിനമെൻ നാടിന്റെ പാവന പതാകകൾ കടലിൽ തത്തിപ്പാറും എന്ന് പറയുകയുണ്ടായി. നമ്മുടെ നാടിന്റെ പാവന പതാകകൾ സപ്തസമുദ്രങ്ങളിലും തത്തിപ്പാറുന്ന, നമ്മുടെ നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കുന്ന ആ കാലത്തിലേക്കുള്ള ബലിഷ്ഠവും പ്രഖരവുമായ ഉറച്ച ചുവടുവെപ്പിന്റെ നാന്തി കുറിക്കുന്ന യുഗപരിവർത്തനത്തിന്റെ, ആത്മീയ പരിവർത്തനത്തിന്റെ, തേജസ്സാർന്ന ഒരു വലിയ പരിവർത്തനത്തിന്റെ തുടക്കമാണ് പ്രയാഗ്രാജിൽ ഇപ്പോൾ നടന്നു വരുന്ന കുംഭമേള. വലിയ മാറ്റമാണ് ലോകത്തുണ്ടാകാൻ പോകുന്നത്. ആ മാറ്റം നമുക്ക് എല്ലാവർക്കും ആനന്ദം നൽകുന്നതായിരിക്കും. യാജിദേഹി യാജി ഡോളി എന്ന് പറഞ്ഞതുപോലെ ഇതേ മെയ്യും കണ്ണും കൊണ്ട് ആ മാറ്റം കാണാൻ, ദർശിക്കാൻ, അനുഭവിക്കാൻ, അതിന്റെ സായുജ്യവും സാക്ഷാത്കാരവും നിർവൃതിയുമെല്ലാം നുകരാൻ നമ്മളെല്ലാവരെയും പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി പറയുകയാണ് വത്സൻ ചേട്ടനോട്. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും KHFCയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വത്സൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ധർമ്മപരിപാലനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും അതുപോലെ ധാർമ്മിക അധിഷ്ഠിത ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് നടത്തപ്പെടുന്ന ഈ കുംഭമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാം ഓർമ്മയിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 1-2 പേര് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വത്സൻ ചേട്ടന് ഞാനത് പറയാമായിരുന്നു. ലൗലിജിയാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞത്, അങ്ങയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എന്നും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്, ജീവൻ പോലും പണയം വെച്ച് ശരിയെന്ന് തോന്നുന്നത് എവിടെയും വിളിച്ചു പറയാൻ അങ്ങയ്ക്ക് ധൈര്യം തരുന്ന വികാരം എന്താണ്? എന്നു മുതലാണ് ഇങ്ങനെ ഹിന്ദുവിന് വേണ്ടി മുന്നോട്ട് വരാൻ തുടങ്ങിയത്? എന്തായിരുന്നു പ്രചോദനം? അധ്യാപനത്തെ ഇത് എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ലൗലിജി ചോദിച്ചത്. അല്ല, ഇതിപ്പം വ്യക്തിപരമല്ല ഇത്തരം കാര്യങ്ങളൊന്നും. നമ്മുടെ മനസ്സിലൊരു ആദർശം, നമ്മളെ ധർമ്മത്തെ സംരക്ഷിക്കണം, നമ്മളെ രാഷ്ട്രത്തെ സ്നേഹിക്കണം, സേവിക്കണം എന്നുള്ള ചിന്ത ഉള്ളിലെവിടെയോ ഏതോ സമയത്ത് കടന്നു കയറുകയാണ്. പിന്നെ അതൊരു തീപ്പൊരിയായിരുന്നു. ആ തീപ്പൊരി ഉള്ളിൽ ആളിക്കത്തുമ്പോൾ, ആ അഗ്നി ഉള്ളിൽ ഉണ്ടെങ്കിൽ
പിന്നെ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യം, ആ കാര്യവുമായി സത്യസന്ധമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഈ ശരീരം എന്ന് പറയുന്നത്, ശരീരം എന്ന പദത്തിന്റെ അർത്ഥം ശീര്യത ഇത് ശരീരം എന്നാണ്. നശിക്കുന്നതെന്തോ അത് ശരീരം. ഈ ശരീരം നിത്യമാണെന്ന് നമ്മൾ കരുതുന്നില്ല. ഇത് നശ്വരമാണ്. നിത്യമായത് ആത്മാവ് മാത്രമാണ്. ലക്ഷ്യം മോക്ഷമാണ്. ഈ ശരീരം അതിന് ഉപാധി മാത്രമാണ്. അതുകൊണ്ട് ഇതാണ് നിത്യം എന്ന് കരുതുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടിക്കാനുള്ളൂ. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാൻ ആയത് ആത്മാവെന്ന് മോഹൈക ഹന്ത്രിയായുള്ളത് വിദ്യകൾ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ടല്ലോ. ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നത് അവിദ്യയും, ശരീരമല്ല ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കുന്നത് വിദ്യയുമാണ്. ആ വിദ്യ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെക്കുറിച്ചുള്ള ഭയം അതുണ്ടാകേണ്ട കാര്യമില്ല. അന്ന് അലക്സാണ്ടറുടെ കാലഘട്ടത്തിൽ ഒരു സന്യാസിയെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭടന്മാരെ അയച്ചിരുന്നു അദ്ദേഹം. അപ്പോൾ സന്യാസി പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ അടുത്ത് വരേണ്ട കാര്യം നിനക്കില്ല എന്ന് പറഞ്ഞു. അലക്സാണ്ടർ അങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഫിലിപ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഭാരതത്തിൽ പോയാൽ ഈ സന്യാസിമാർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവരെ കാണാൻ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ ആളയച്ചപ്പോ പോകാത്തപ്പോഴാണ് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞപ്പോ കൊന്നുകളയും. എങ്ങനെ കൊല്ലുന്നു? വെട്ടിക്കൊല്ലുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ വാള് കൊണ്ട് എന്റെ കഴുത്ത് വെട്ടാം, എന്റെ കൈവെട്ടാം, കാല് വെട്ടാം, ഈ ശരീരം തുണ്ടം തുണ്ടമാക്കാം, പക്ഷെ എന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അവർ ഞെട്ടിപ്പോയി. ഇതെല്ലാം നടന്നിട്ട് നിങ്ങൾ ഇല്ലാതാകുന്നത് എങ്ങനെയാന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ആ ആത്മാവിനെ നിങ്ങളുടെ വാളുകൊണ്ട് മുറിക്കാൻ പറ്റില്ല. കാട്ടുതീ കൊണ്ട് ഭസ്മാക്കാൻ കഴിയില്ല, കൊടുങ്കാറ്റ് കൊണ്ട് പറത്താൻ കഴിയില്ല, ജലം കൊണ്ട് ഒലിപ്പിക്കാൻ കഴിയും. ഞാൻ ആത്മാവാണ്. ഇതാണ് ധൈര്യം. അപ്പൊ ഇത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ധൈര്യം അത് ജന്മജാതമാണ്. നമ്മൾ എപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്, ആ സമയത്ത് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് നമ്മുടെ മഹാത്മാക്കൾ പറയുന്നത്, പേടിക്കാനാണെങ്കിൽ എപ്പോഴും പേടിക്കാനേ സമയമുണ്ട്. പക്ഷേ നമ്മൾ ധൈര്യത്തോടു കൂടി പോകുന്നതാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞാൻ ശരിയാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, 4000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രഗതി. അപ്പൊ അവിടെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ടാണ്. അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചെരുപ്പഴിച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറുന്ന പോലെ ഞങ്ങളവിടെ സ്ഥാപനത്തിൽ പ്രവേശിക്കുമ്പോൾ, അതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അധ്യാപനം. അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഗുരുശിഷ്യന്മാരാണ്. അവിടെ മറ്റു ഭേദഭാവനകളോ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്ത, അല്ലെങ്കിലും നമ്മൾ ഭേദഭാവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ അധ്യയനമാണ് പ്രധാനം. അത് ആളുകൾക്കറിയാം. അതുകൊണ്ട് അവിടെ പഠിച്ചവര്, പ്രകൃതി അറിയുന്നവര്, എതിർപ്രചരണങ്ങൾ ഒരുപാട് നടക്കാറുണ്ട്, നിരവധി അപവാദ പ്രചരണങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അതൊന്നും അവിടെ ബാധിക്കാറില്ല. കാരണം സത്യം എന്താണെന്ന് ആളുകൾ അറിയും. ആളുകൾ വൈകിയാണെങ്കിലും മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഏതായാലും രാഷ്ട്രീയ സ്വയംസേവക സമൂഹത്തിന്റെ ഭാഗമായതിനെ തുറന്നാണ് ഈ നിലയിലുള്ള ഒരു ആത്മവീര്യവും അതുപോലെ തന്നെ ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന ചിന്തയും ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രേരണ. നിശ്ചയമായും അതിന്റെ ഭാഗമായി വരുന്നതാണ് ഈ പറയുന്ന മരിക്കാനുള്ള സന്നദ്ധത എന്നൊക്കെ പറയല്ലോ. മരിക്കാനുള്ള സന്നദ്ധതയുള്ള ഒരാളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആത്യന്തികമായി വരേണ്ടത് മരണമാണ്. സ്വാഭാവികമായി അത് ഒരു വ്യക്തി എന്നുള്ള ആൾക്ക് എനിക്ക് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. അത്രയും ഇപ്പൊ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ സത്യമൂർത്തിജി ഇവിടെ ചോദിച്ചിരിക്കുന്നു, സന്യാസിമാരെ കുറിച്ച് വളരെ മഹത്തരമായ ചിന്തയാണ് മുഴുവൻ ഭാരതീയർക്കും.
പക്ഷേ സന്യാസ ദീക്ഷ കിട്ടി ധാരാളം പ്രശസ്തനായ ശേഷം സന്യാസ വേഷം ധരിച്ചുകൊണ്ട് തന്നെ സനാതനധർമ്മത്തെ ആക്ഷേപിക്കുന്ന ആളുടെ സന്യാസ ദീക്ഷ പിൻവലിക്കാൻ അതേ ദീക്ഷ കൊടുത്ത സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടുകൂടെ അതിന് ഒരു തീരുമാനമെടുക്കാൻ മുന്നിട്ടിറങ്ങുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ, അത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടില് ചിന്താ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ അതില് സന്യാസിമാരെന്ന് പറയുന്നത്, ശങ്കരാചാര്യ ഒരു സന്യാസിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഉദരനിമിത്തം ബഹുകൃത വേഷം. കാഷായധാരികളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മുമ്പിലുള്ള ശ്ലോകത്തിൽ അത് വിശദീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പലതരത്തിലുള്ള ആളുകളുണ്ടാവും. സന്യാസം എന്ന് പറയുന്നത് സുഖത്തെ ഉപേക്ഷിക്കലാണ്. അപ്പൊ അത് എല്ലാ രംഗത്തും കളാണയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താനും പറ്റില്ല. സർവസംഘ പരിത്യാഗികളായി അങ്ങനെ സമൂഹത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി സർവ്വം സമർപ്പിച്ചുകൊണ്ട് അഹംബോധം വെടിഞ്ഞ് തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം എന്ന് ചിന്തിച്ച് അവനവന്റെ വൈയക്തികമായ കാര്യം മാത്രമല്ല പ്രധാനം എന്ന് ചിന്തിച്ച് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായജ എന്ന് നിശ്ചയിച്ച് ആത്മാവിന്റെ മോക്ഷത്തിനും ജഗത്തിന്റെ ഹിതത്തിനും വേണ്ടി പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ച് ധർമ്മവ്രതികളായി ജീവിക്കുന്ന കോടിക്കണക്കിന് സന്യാസിമാരുണ്ട്. അവരിൽ പ്രശസ്തരും അപ്രശസ്തരുമുണ്ട്, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഗംഗയെ കുറിച്ച് പറയുമ്പോൾ, ഗംഗോത്രിയിൽ തുടങ്ങിയിട്ട് അതങ്ങനെ ഒഴുകി പോകണം. അതിൽ ഒരുപാട് നദികൾ വന്നു ചേരുന്നുണ്ട്. അങ്ങനെയാണ് ഗംഗ വലുതാകുന്നത്. അലഹാബാദ് പോലത്തെ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇപ്പൊ ആ അലഹാബാദാണ് മുസ്ലിങ്ങളത് മാറ്റിയായിരുന്നു. അതാണ് ഇപ്പൊ പ്രയാഗ്രാജ്. പ്രയാഗ്രാജ് എന്ന് പേര് മാറ്റിയത്. പേര് അവർ മാറ്റിയതാണ്, പ്രയാഗ്രാജ് ആയിരുന്നു. അവർ അലഹാബാദ് ആക്കിയതാണ്. അപ്പൊ അവിടെ അതുപോലുള്ള പല സ്ഥലങ്ങളൊന്നും അഴുക്കിയാലും വന്നു ചേരുന്നുണ്ട്. ഗംഗ ഇതൊക്കെ ചേർന്നത് തന്നെയാണ്. അല്ലാണ്ട് ഗംഗോത്രിയുള്ള പാരിശുദ്ധ്യത അവസാനം വരെയുണ്ട്. പക്ഷെ വരുന്ന അഴുക്കിയാലിനെയും ആ അഴുക്കിനെ നിർവീര്യമാക്കി തേജസ് നൽകാനുള്ള ഔഷധ വീര്യം ഗംഗയിലുണ്ട്. അതുകൊണ്ടാണ് ഗംഗാസാഗരത്തിൽ പതിക്കുന്നത് പോലെ അതിന്റെ പവിത്രത നിലനിൽക്കുന്നത്. അതുപോലെ പലതും ഇതിൽ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെന്തെങ്കിലും പ്രശ്നം വരില്ല. ഒരാൾ സന്യാസിയായിട്ട് സന്യാസത്തിന്റെ വ്രതം, ദീക്ഷ നൽകിയ, മന്ത്രദീക്ഷ നൽകിയ ഗുരുവിന്റെ സങ്കല്പം, അതിനെതിരായി പ്രവർത്തിച്ച അയാൾക്ക് ദോഷം. അത്രയേ ഉള്ളൂ. അതിനിപ്പോ ഏതെങ്കിലും ഒരു ബിരുദം കൊടുത്തിട്ട് ബിരുദം സസ്പെൻഡ് ചെയ്യുന്ന പോലെ ഒരാള് അബദ്ധ സഞ്ചരണം നടത്തി കുമാർഗത്തിലൂടെ സഞ്ചരിച്ച് തെറ്റിലൂടെ പോയി കഴിഞ്ഞാൽ അയാൾക്കാരാണോ ദീക്ഷ കൊടുത്തത് ആ ഗുരു മനസ്സാ വിചാരിക്കും, ഞാൻ ആഗ്രഹിച്ച് ചെയ്തായിരുന്നില്ല, നീ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. ബാക്കിയൊക്കെ അവിടെ സംഭവിച്ചോളൂ. ഈ ദീക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആത്മീയമായ ഒരു കാര്യമാണ്. അവിടെ ഭൗതികമായ ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്താൻ പറ്റില്ല. അതിന് ദുരുപയോഗിക്കും. പാത്രത്തിനനുസരിച്ച് പകരുക എന്ന് പറയാറുണ്ട്. ശിഷ്യന്മാരെ അതിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെ അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ചിലതങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണോ അനുഷ്ഠാനത്തിന്, ആചരണത്തിന്, സങ്കല്പനത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് അവർക്ക് തകരാറെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. സമൂഹത്തിന് അത് തിരിച്ചറിയാനൊക്കെ സാധിക്കും. എത്ര കാലമാണ് ആളുകളെ പറ്റിക്കാൻ സാധിക്കും? അവരനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയും. ഇപ്പൊ സന്യാസിമാര് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായി അവര് ഭൂതകാലത്തില് അവരുടെ ഭൂതകാലം നമ്മൾ അന്വേഷിക്കാറില്ല, ഭാവി കാലം നമ്മൾ അന്വേഷിക്കാറില്ല എന്ന് പറയണം. ഒരു ചൊല്ലുണ്ട്, പുഴയുടെയും സന്യാസിമാരുടെയും
പ്രഭവ കേന്ദ്രം നമ്മൾ അന്വേഷിക്കേണ്ടതില്ല, ഭാവികാലം അന്വേഷിക്കേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതതിന്റെ വഴിക്ക് പോകും. പിന്നെ അതില് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ആ ജാഗ്രത അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം ഹിന്ദു സംഘടനകൾ ചെയ്യും. ഒരാള് ഈ കാഷായ വേഷം ധരിച്ച് അതിന് ഉചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള പ്രബുദ്ധതയും പ്രതികരണ ശേഷിയൊക്കെ ഇപ്പോൾ സമൂഹത്തിനുണ്ട്. അപ്പൊ അവരത് ചെയ്യും. പിന്നെ നിൽക്കുകയില്ലാതെ അവർക്ക് പിൻവലിയേണ്ടി വരും. ചോദ്യകർത്താവ് ആരെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ ചോദിക്കുന്നത് അറിയില്ല. പക്ഷെ എന്തായാലും ചില ആളുകൾ, അത്തരം കുമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ചില ആളുകൾ എന്തു പറ്റി? സ്റ്റക്കായി പോയി എന്ന് തോന്നുന്നു. കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. അതെ, കണക്ഷന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ശരിയായി. ഒരു കോള് വന്നായി. ആ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ആചാര്യന്മാരോട് നമുക്ക് നിങ്ങൾ കൊടുത്ത ദീക്ഷ പിൻവലിക്കണം എന്ന് പറയുക സാധ്യമല്ല. ഇത് മറ്റൊരു തലമാണ്, ആത്മീയതയുടെ ഒരു തലമാണ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. സമൂഹം വേണ്ട രീതിയിൽ പ്രതികരിക്കുക, അതാണ് പ്രധാനം. മത്സൻ ചേട്ടന് ഇനി സമയം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കാവുന്നു. ചോദിച്ചിരിക്കുന്നത് ജയരാജ് ജിയാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, കുംഭമേളയിൽ പങ്കെടുക്കുന്ന അഘോരികളുടെ ജീവിത രീതികളിൽ വിശ്വസിക്കാൻ പറ്റാത്ത പല രീതികളും ഉള്ളതായി വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, അതില് പലതും പലതരത്തിലുള്ള പ്രചരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളിതിനെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളിൽ, ജീവിത രീതികളിൽ, പദ്ധതികളിൽ വൈജാത്യങ്ങളുണ്ട്. അതിനെ സ്വീകരിക്കുന്ന ഒരു ധർമ്മമാണ് നമ്മുടെ. ചിലർക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലർക്ക് തെറ്റായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ വൈരുദ്ധ്യം, ഇപ്പൊ നമ്മള് ആഹാരകാര്യം, നാഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പട്ടിയിറച്ചി കഴിക്കുകയാണ്. നമുക്കത് ചിന്തിക്കാൻ സാധിക്കുമോ? പാമ്പിനെ തിന്നത് ചിന്തിക്കാൻ സാധിക്കും. പക്ഷെ അവർക്കതൊരു പ്രശ്നമല്ല. പെരിച്ചാഴി തിന്ന ആളുകളുണ്ട്, കൂറയും പാറ്റയും കഴിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ സാമ്പാറും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നു, അത് വളരെ മോശമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ലാന്ന് ചിന്തിക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ടാവും. ആചാരങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടേത്, ഞാൻ ആദ്യം തന്നെ പറയുന്ന പോലെ, ചിന്താ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ധർമ്മമാണ്. ഇത് അരക്കെട്ടുറപ്പിച്ച് ഏകശാസന ശിലാഖണ്ഡമായി ഒരാൾ പറയുന്നു ബാക്കിയുള്ളവരെ അനുസരിക്കുന്നു എന്ന നിലയിലുള്ള ഒന്നല്ല. നമ്മുടെ ഭാരതീയ ധർമ്മം രൂപം കൊണ്ടത് ആരണ്യത്തിലാണ്, വലിയ കൊടുങ്കാടുകളിലാണ്. ആ കൊടുങ്കാട് എന്ന് പറയുന്നത്, അവിടെ ഈ വൈവിധ്യമുണ്ട്. അതിൽ വലുതിലും വലുതായിട്ടുള്ള ജീവികളുണ്ട്, ചെറുതിലും ചെറുതായിട്ടുള്ള ജീവികളുണ്ട്. അതിൽ കിളികളും പക്ഷികളും ഉണ്ട്, സിംഹവും മുയലും ഉണ്ട്. സിംഹവും മുയലും ഉണ്ട്, കൊല്ലുന്നതും തിന്നുന്നതുമുണ്ട്. പക്ഷെ ഇവയെല്ലാം ഒരു വനത്തിൽ കഴിയുന്നു. എന്നതുപോലെ നമ്മുടെ സനാതന ധർമ്മത്തിലും ഈ വൈജാത്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റാവാം. അപ്പൊ അതുകൊണ്ട് ശരി മറ്റാരുടെയും മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഞാനിത് ചെയ്യുന്നുണ്ട് നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഒരാളുടെ ശരി അയാൾക്ക് ശരിയാണെങ്കിൽ നമ്മൾക്കത് സ്വീകരിക്കാം, നിരാകരിക്കാം, നമുക്കതിനെ തള്ളിക്കളയാം.
വേണമെങ്കിൽ എതിർക്കാം, അത്രേ ചെയ്യാൻ പറ്റും. അയാൾക്കത് ശരിയായിരിക്കും. അയാൾ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണെന്നും ആനന്ദമാണെന്നും ആ ആനന്ദത്തിന് വേണ്ടിയാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്, ഉടലെടുത്തിരിക്കുന്നതെന്നും ചിന്തിക്കുന്ന ഒരാള് അയാള് അതിനുള്ള പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ അഘോരികളുടെ മറ്റ് കേട്ടതും വായിച്ചതും അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിചിത്രമെന്ന് തോന്നാവുന്ന പല ജീവിത രീതികളും അവർ പുലർത്തുന്നതായിട്ട് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഒരുപക്ഷെ അത് ചിലത് കെട്ടുകഥകളാവാം, നമ്മളെ മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമുണ്ട്. ഒറ്റപ്പെട്ട ചില ആളുകൾ തെറ്റായ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന അഘോരികളെല്ലാം, ലക്ഷക്കണക്കിന് വരുന്ന അഘോരികളെല്ലാം അതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മനുഷ്യന്മാര് നമ്മളെ സമൂഹത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ അതിൻ്റെ ഉമ്മയെ കുത്തിക്കൊന്നു. അപ്പോ ആളുകൾ കത്തിയടക്കം ചോരയടക്കം പിടിച്ചപ്പോ നീ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് ഞാൻ നൽകിയ ശിക്ഷയാണത്. അവൻ അഘോരിയാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ്, 20 വയസ്സുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെയൊക്കെ അതിനെ സാമാന്യവൽക്കരിക്കാൻ നമുക്ക് പറ്റില്ല. അപവാദങ്ങൾ എവിടെയും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അത്തരം ചില ശ്രദ്ധീലമായ ചില പ്രവർത്തനങ്ങൾ അത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. പക്ഷെ അത് അവരുടെ ശരിയാണ്. നമ്മള് അത്തരം കാര്യങ്ങൾ വിധിക്കാൻ നമ്മൾ ആരാണ്? ഒരാളുടെ ശരിയെ സംബന്ധിച്ച് ആകെ എത്രയേ ഉള്ളൂ, രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്, സമൂഹത്തിന് ചില സാമൂഹ്യ വ്യവസ്ഥകളുണ്ട്. അതിനനുസൃതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നേ ഉള്ളൂ. അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ആചാരത്തിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് വെച്ചു പുലർത്താനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അവര് വളരെ സങ്കീർണമായ രഹസ്യാത്മകമായ ഒരു ജീവിതം പുലർത്തുന്ന ആളുകളാണ്. പൊതുവെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറവാണ്. അതിൻ്റെ പരിമിതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അവർ ഒതുങ്ങിക്കഴിയുന്നവരാണ്, അവരവരുടേതായ ശരികളിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളത് മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോ ധരിക്കുന്നതാവും ഉചിതം എന്നാണ് തോന്നുന്നത്. മാറ്റം എല്ലാറ്റിലും ഉണ്ടാവും. തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തും, ശരിയിലേക്ക് പോകും, കൂടുതൽ ശരിയിലേക്ക് പോകും. അതിനുള്ള അന്വേഷണം അവർ നടത്തും, സ്വാഭാവികമായും നടക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഭാരതം വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ്. ആ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ഒരു നാടാണ്. അതിലേതെങ്കിലും ഒന്ന് ശരി, ഏതെങ്കിലും ഒന്ന് തെറ്റ് എന്നുള്ളത് അതൊരു പുസ്തകത്തിൽ എഴുതി വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നാടല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വൈവിധ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്. അവസാനമായിട്ട് ശ്രീ രഞ്ജിനിജി ചോദിച്ചിരിക്കുന്നത്, what do you think about all the യജ്ഞം that LMRK is doing for the same എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയില്ല. എനിക്കും അത് ക്ലിയർ ആയില്ലായിരുന്നു. what do you think about all the യജ്ഞം? I think യജ്ഞം തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതെ അതെ, LMRK എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ലയൺ മയൂര അങ്ങനെ എന്തോ ആണെന്ന് അതെ. തോന്നുന്നു. ഈ മുരുകന്റെ ഇതില് നമ്മൾ ഒരുപാട് രജിജിയുടെ പ്രഭാഷണങ്ങളും മുരുകനെ പറ്റിയുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹം മുരുകന്റെ പ്രാധാന്യത്തെ പറ്റിയും ഭാരതത്തിനെ ശക്തി കേന്ദ്രമാക്കാനും ആത്മീയ കേന്ദ്രമാക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പല യജ്ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് മുരുകൻ ആക്ച്വലി വിളിച്ചിട്ട് പറയണു അവിടെ ചെയ്യൂ ഇവിടെ ചെയ്യൂ, ഡയറക്റ്റ് ആയിട്ട് എനിക്ക് തരുന്ന ഡ്യൂട്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടില് ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മള് ആത്മീയതയ്ക്ക് ആത്മാന്വേഷണം എന്ന് പറയുന്നത്, ആത്മീയതയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അതിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം മുരുകൻ എന്ന് പറയുന്ന പളനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാത്ര ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ
അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഈടെ എനിക്ക് ആ ഒരു പുസ്തകം തരികയുണ്ടായി. ഞാനത് വായിക്കുകയുണ്ടായി. അപ്പൊ അതിൽ എന്റെ വിശദാംശങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നു. അതില് അവർ യത്നങ്ങൾ നടത്താറുണ്ട്. ആദ്യം ചെറിയ രീതിയിലാണ് നടന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ അനുഗാമികളായിട്ടുണ്ട്. ധാരാളം പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോ ഒരു ഒരു പാതയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ പറയുമ്പോൾ നമ്മള് രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികൾ, ഇപ്പൊ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ചില പരിശ്രമങ്ങളുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന് എതിരായിട്ടുള്ള പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ചില പരിശ്രമങ്ങളുണ്ട്, ഡീപ് സ്റ്റേറ്റ് പോലുള്ള. അതിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളാണ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയമായ ഒരു സങ്കല്പനമാണ്. യജ്ഞം അത് മുമ്പ് തന്നെ നമ്മളെ ആചാര്യന്മാരൊക്കെ നടത്തിയാണ്. അതിനൊക്കെ അതിൻ്റെതായ ശക്തിയുണ്ട്. കാരണം അതിന് പിന്നിൽ ഒരു സമർപ്പണമുണ്ട്, ഒരു ഭാവമുണ്ട്, ഭാവനയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ തന്നെ യജ്ഞമാക്കി മാറ്റുക എന്നുള്ളതാണ് ഭാരതീയ ദർശനം പറയുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണമുണ്ടാവും. അപ്പൊ സ്വാഭാവികമായും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നല്ലത് തന്നെയാണ്. സ്വോദ്ദേശമാണെങ്കിൽ സ്വാഭാവികമായും അത്തരം നിരവധി പരിശ്രമങ്ങൾ ഉണ്ട്. അപ്പോൾ വൈയക്തികമായ ഒരു ഉൾവിളി പോലെ തോന്നുകയാണ്, ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയും. ഒരു ആത്മബോധം ഉണ്ടാവുകയാണ്, അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ പോകാൻ പറ്റും. നമുക്ക് നമ്മുടെ നാട് പറയുന്നില്ലല്ലോ, ഏകം സത്യപ്രദ ബഹുധാ വദന്തി എന്നുള്ളതാണ്. പല വഴിയിലൂടെ പോകാം. ആത്യന്തികമായ ലക്ഷ്യം നന്മയായിരിക്കണം, ഒന്നായിരിക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള വ്യക്തികളുണ്ട്, ശക്തികളുണ്ട്, മഠങ്ങളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്, പലതരത്തിലുള്ള രീതികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സമാരംഭമാണ്. നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ പിന്തുണക്കുക, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വളരെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മറ്റ് വിശദാംശങ്ങൾ പറയാത്തത്. അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചത്. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഈ